ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയുടെ താഴേക്ക് ഒന്ന് രണ്ട് കമൻറ്റ് കണ്ടായിരുന്നു. അതായത് പ്രവീൺ, പ്രണവ് അവരെല്ലാവരും ഒന്നിച്ചു എന്തുവാണ് ഇതിനൊക്കെ വീഡിയോ ചെയ്യില്ലേ എന്നുള്ളത്. അങ്ങനെയൊക്കെയാണ്. കാരണം അത് നെഗറ്റീവായിട്ടൊന്നും പറയാൻ, എന്താണ് നിങ്ങളൊക്കെ നെഗറ്റീവ് വെച്ച് പറഞ്ഞോ എന്തൊക്കെ. എൻ്റെ വീഡിയോക്കകത്ത് ഞാൻ എന്തായാലും ഒരു നെഗറ്റീവായിട്ടൊരു കാര്യം ഞാൻ പറഞ്ഞിട്ടില്ല. അത് അവർക്കും അറിയാമെന്നുള്ള കാര്യമാണ്. ഓക്കെ, ഇനി ആ ചോദിച്ച കമൻറ്റ് ഇട്ടവർക്ക് വേണ്ടിയിട്ട് മാത്രം ചില കാര്യങ്ങൾ കാണിച്ചു തരാം. ബി ഹാപ്പി ഓൾവേസ് എന്ന് പറഞ്ഞ് ഞാൻ ഇന്നലെ ആ ഒരു പോസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കണ്ട ഓൺ ദ സ്പോട്ടിൽ ഞാൻ കമൻറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ്. ഓക്കെ, ഈ ഫോട്ടോയ്ക്ക് ഞാൻ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കണ്ടത്. എന്നിട്ടിതാ ഈ വീഡിയോ യൂട്യൂബിൽ കണ്ട വീഡിയോയ്ക്ക് ആദ്യമായിട്ട് ഞാൻ അവരുടെ വീഡിയോയിൽ പോയി കമൻറ്റ് ചെയ്തിരിക്കുന്നത് ഏതാണ്ട് 15 മണിക്കൂറിന് മുമ്പ്. മനുഷ്യരെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ മനുഷ്യരാരെയും വെറുക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അവരല്ലെങ്കിലും എനിക്ക് വെറുപ്പുണ്ടാക്കുന്ന ഒരു കാര്യം അവർ എന്നോട് ചെയ്തിട്ടുമില്ല. എനിക്ക് അവരുടെ അടുത്ത് വെറുപ്പുണ്ടാകേണ്ട കാര്യം എന്താ? എൻ്റെ മുമ്പിൽ ചുറ്റുപാടുള്ള മനുഷ്യന്മാരാണ്. ആ മനുഷ്യന്മാർ കുറവുകളും ഇതും മറ്റതും മറിച്ചതും എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇതെല്ലാം അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു വലിയൊരു കാര്യം സംഭവിച്ചിരിക്കുകയാണ്. അതായത് പ്രവീൺ കഴിഞ്ഞ ദിവസം ഒരു കാർ എടുത്തു. ആ കാർ എടുത്തതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഈ വീഡിയോ സംസാരിക്കുന്നത്. നിങ്ങൾ പല ആൾക്കാർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകാം. പക്ഷേ സ്കിപ്പ് ചെയ്യണമെങ്കിൽ ഓക്കെ. അതർവൈസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ലൈഫിനകത്ത് നമ്മൾ ചില സമയത്തെങ്കിലും ഒരു കാര്യം പെർമനൻ്റ് അല്ല എന്നുള്ള കാര്യം ഈ വീഡിയോ തെളിയിക്കും. അതായത് ഒരു മനുഷ്യൻ്റെ ചില സമയത്തുള്ള ഇമോഷണൽ ആയിട്ടുള്ള ബ്രേക്ക് ഡൗൺസ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വന്ന് എന്തെങ്കിലുമൊക്കെ നമ്മൾ പറയുകയോ എടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് എന്നും അതങ്ങനെ സ്ഥായിയായി തുടരത്തില്ല. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും വിഷമമുള്ള ഘട്ടമാണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നല്ലൊരു സമയം വരും. അതും സന്തോഷമുള്ള കാലമാണ് നടക്കുന്നതെങ്കിൽ ആ സന്തോഷം കുറച്ച് ദിവസം ഇതിൻ്റെ വിഷമത്തിലേക്ക് വഴിമാറും. സോ ഒന്നും പെർമനൻ്റ് അല്ല, അത് മാത്രം പറയുകയാണ്. അപ്പോൾ ഇത് നമുക്ക് വിശദമായിട്ട് എന്താണ് പുള്ളിക്കാരൻ്റെ ആ ഒരു ഇത് നമുക്ക് നോക്കാം. വീഡിയോ വ്യക്തമായിട്ട് കാണാം. അതിൽ ഏറ്റവും എനിക്ക് ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള തോന്നിയൊരു മൊമെൻ്റ് ഉണ്ട് ഇതിനകത്ത്. ഡീസൽ കാക്കൂർ എടുക്കുന്നു. അച്ഛൻ്റെ കൊണ്ട് കൊടുക്കുന്നു. കാല് തൊട്ടിരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ വയ്ക്കുന്നു അച്ഛൻ. ഞാൻ ഇടയ്ക്ക് മണിക്കൂറിനെ കണ്ടപ്പോൾ എനിക്ക് നിർത്താൻ തോന്നി. ഞാൻ കഴിഞ്ഞ് വന്നേ. പ്രവീണിൻ്റെ മുഖം ഒരുമാതിരി വിഷമം പോലെ ഇരിക്കുന്നു. ഇത്രയൊക്കെ ഉള്ളടേ. അതിൻ്റെ ആരും മറ്റേ അച്ഛനാണ്, തൊട്ടടുത്തേക്കുന്ന അമ്മയാണ്, പിന്നെ സഹോദരനാണ്, ചോരയാണ്. ഈ ചോരയിൽ നിന്നും ഉണ്ടായതാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ എത്രയൊക്കെയാണെങ്കിൽ ചെറിയ പണക്കവും ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അത് കഴിയും. അത് എത്ര കാലം എടുക്കുന്ന. ഞാൻ അന്നത്തെ തുടക്കത്തിലുള്ള വീഡിയോയിൽ തന്നെ ഇതൊക്കെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ അന്നത്തെ ഇവരുടെ വീഡിയോ ചെയ്ത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും, അല്ലാത്തവർക്ക് മനസ്സിലാവണമെന്നില്ല. സോ ഞാൻ കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ് മൊമെൻ്റ് ആണ് ഈ ഒരു സാധനം. ഇനി ബാക്കിയാണ് വണ്ടി എടുക്കണമെന്നാണ് അച്ഛനെടുത്ത്. അതുപോലെ കൊച്ചു ആണെങ്കിലോ ഭയങ്കര ഭയങ്കരമായിട്ട് നിൽക്കുന്നുണ്ട്. സീരിയസ്ലി അമ്മയാണെങ്കിൽ ഹാപ്പിയാണ്, ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അവർ നിൽക്കുന്നത്. പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ ഫീൽ ഞാൻ പറഞ്ഞിരട്ടെ. ഒരു ഹെവൻലി ഫീലാണ്. അതായത് നമ്മളെ എന്തെങ്കിലും ഒരു നേട്ടം ഉണ്ടാക്കിയിട്ട് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ അല്ലെങ്കിൽ നമ്മുടെ പാരൻസിൻ്റെ മുമ്പിൽ, എൻ്റെ അച്ഛൻ ഇപ്പം ജീവനോടെ ഇല്ല, അപ്പം നമുക്ക് അവരുടെ മുമ്പിലേക്ക് ഇതുകൊണ്ട് കാണിക്കുമ്പോൾ, അവരുടെ മുമ്പിൽ കാണിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു ബ്ലെസ്സിങ്സ് നമുക്ക് കിട്ടും. അത് എന്താണ് അവർണ്ണനീയമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത കാര്യം. ആ ഒരു മൊമെൻ്റാണ് ഇപ്പം പ്രവീണിനെ സംബന്ധിച്ചിടത്തോളം. ചില പ്രശ്നങ്ങളൊക്കെ ലൈഫിൻ്റെ അകത്ത് ചില മൊമെൻറ്റ്സൊക്കെ നടന്നു, അതെല്ലാം കഴിഞ്ഞു. ഇനി നല്ല മൊമെൻറ്റ് വരുന്നതിൻ്റെ തുടക്കമാണ്. ഇപ്പോൾ രണ്ടുപേരും രക്ഷപ്പെട്ടില്ലേ. 2 ചാനലായെങ്കിലും എന്താ, രണ്ടുപേരും ഇവരെ ഒന്നിക്കണമെന്ന് കാത്തിരുന്ന എല്ലാ ആൾക്കാരും കമൻറ്റ് ബോക്സിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. ഇനി വേറെ ദേഷ്യവും പിണക്കങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഇനി എന്താ കുറച്ചുകൂടെയൊക്കെ ബെറ്ററായിട്ട് വരും. പ്രവീണ് വീട്ടിൽ കയറുന്നു, അച്ഛൻ വണ്ടിയിൽ കയറുന്നു. വണ്ടി ഫോർച്യൂണറാ കേട്ടോ, കിടിലൻ വണ്ടി, നല്ല പൊക്കമുള്ള വണ്ടിയാ. ഇത് ഫ്രണ്ട് വ്യത്യാസം വരും. ഇത് ഞാൻ ചെയ്തു. പക്ഷെ സ്റ്റിയറിംഗ് ഒരു ടൈറ്റ് ഉണ്ട്. നല്ല അവരൊരുമിച്ച് യാത്ര ചെയ്യാണ്. അച്ഛൻ വണ്ടി ഓടിക്കുന്നു, അച്ഛനും മക്കളും കൂടെ. സ്പോർട്സ് മോഡ് ഉണ്ട്. നീ ഒന്ന് കാല് കൊടുക്കണേ. അതിന് കാലെടുത്താണ്. ഇനി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മറ്റേ
എനിക്ക് മറ്റേ കരിങ്കണ്ണോ കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ അച്ഛനും മക്കളും കൂടെ ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അനിയനും ചേട്ടനും മൂത്ത ചേട്ടൻ അനിയന്മാരെന്നേ പറയുള്ളൂ. സ്റ്റിൽ ഹീസ് വെരി യങ്. പുള്ളിക്കാരൻ അടിപൊളിയായിട്ട് ഇപ്പോഴാണ് നല്ല ആരോഗ്യത്തോടെ കാത്തണം. ഇങ്ങനെ ഇരിക്കട്ടെ, ഇങ്ങനെ തന്നെ പോട്ടെ. ഇവരുടെ ഇപ്പോൾ പേരക്കുട്ടി ആയല്ലോ, ഇപ്പോൾ അപ്പൂപ്പനായി. ഇനി അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിട്ട് ഇനി വീണ്ടും അവരുടെ മക്കളും അവരുടെ കുഞ്ഞുങ്ങളെ കണ്ടിട്ട് വേണം ഇവിടുന്ന് അല്ല അങ്ങനെ ജീവിക്കാൻ, ഇനി കുറേ കാലം അങ്ങനെ ജീവിക്കാൻ. ഓക്കെ, ഇനി ഇതിൻ്റെ തുടക്കം ഒരു സാധനമുണ്ട്. പ്രവീണിൻ്റെ വീട്ടിലേക്ക് തിരിക്കുന്ന സമയത്ത് പ്രവീൺ അതിനെക്കുറിച്ച് പറയുന്നൊരു കാര്യം. ഞാൻ ഒന്നും ഓടിച്ചിട്ടില്ല, മൊത്തം 26 കിലോമീറ്റർ ഓഡോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ 26 കിലോമീറ്ററിൽ ഒരു വണ്ടിയെ പറ്റി ഒന്നും പറയാനില്ല. ബാക്കിൽ ഇരിക്കുന്നവരുടെ ഈ ലോങ് ഡ്രൈവ് ഒക്കെ ചോദിച്ച് എടുക്കുമ്പോൾ നമുക്ക് എക്സ്പീരിയൻസ് ഒക്കെ ചോദിക്കാം. ബട്ട് റൈഡിങ് പവർ വണ്ടി ഓടി. അപ്പോൾ അറിയാം വണ്ടി കൊണ്ട് വരുന്നത് നമുക്ക് മനസ്സിലായി കാണാം. അയ്യോ ചേട്ടോ, ഇടയ്ക്ക് അന്ന് അച്ഛൻ്റെ ഓർമ്മ ദിവസമാണ് ലാസ്റ്റ് ഇവിടെ വന്നത്. പിന്നെ കൊണ്ട് വന്നിട്ടില്ല കേട്ടോ. ഹലോ ഗായ്സ്, ബോംബെ പോയ മകൻ തിരികെ വന്നിരിക്കുന്നു. ആ ഡയലോഗ് ഇഷ്ടം. പണ്ട് നാട് വിട്ടു പോയ മോൻ തിരിച്ചു വന്നു പറയുന്നത്, ബോംബെ പോയ മോൻ തിരിച്ചു വന്നിരിക്കുന്നു എന്ന് പറയുന്നത്. നാട് വിട്ടുപോയ മകൻ, അതെ, നാട് വിട്ടുപോയ മകൻ തിരിച്ച് വീട്ടിലേക്ക്. എങ്ങനെയുണ്ട് വണ്ടി? അതാ നമ്മുടെ കൊച്ചു പുള്ളിക്കാരൻ പറഞ്ഞു ഹേ ഹേ എന്താ, പുള്ളിക്കാരൻ വളരെ ഹാപ്പിയാണ്, അവിടെ അവൻ ഭയങ്കര ഹാപ്പിയാണെന്ന്. ഈ ഹാപ്പിനെസ് ഒക്കെ കണ്ടിട്ട് നമ്മൾ എന്തുകൊണ്ട് ഹാപ്പി അല്ലാതാവണം? എനിക്കതിൻ്റെ ആവശ്യം എന്താണുള്ളത്? കാരണം ഈ കമൻറ്റ് ഇട്ട ആളെ എന്ത് ഉദ്ദേശിച്ചാണെന്ന് അറിയത്തില്ല. നിങ്ങളൊക്കെ നെഗറ്റീവ് പറഞ്ഞല്ലേ. ഇപ്പോൾ ഒരു സന്തോഷമായിട്ടുള്ള ഈ മൊമെൻറ്റ് നടക്കുന്ന സമയത്ത് ഞാൻ അവരുടെ വിഷമമുള്ള മൊമെൻറ്റിൻ്റെ അകത്ത് പോലും നിങ്ങളെ കാത്തിരിക്കുന്ന സന്തോഷത്തിലേക്ക് നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതൊക്കെ മാറുമെന്നാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. ഇതിപ്പം പ്രവീൺ പ്രണവിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ അങ്ങനെയാണോ പറഞ്ഞിട്ടുള്ളത്? ആണെങ്കിൽ അതായത് അവർ ഇപ്പോഴത്തെ ഈ വിഷമങ്ങളൊക്കെ മാറി നല്ല ജീവിതത്തിലേക്ക് കുറച്ച് കഴിയുമ്പോൾ ഇവർ ഒന്നിക്കും എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെന്ന് കേട്ടിട്ടുള്ളവരുണ്ടെന്ന് പറയണേ. കാരണം ചിലരൊക്കെ എന്തോ തെറ്റിദ്ധരിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്. എനിക്കെന്തിനാണ് ഒരാളെ ഇങ്ങനെ, ഇപ്പം നമ്മൾ പല ആൾക്കാരെ കുറിച്ച് ചില വിമർശനങ്ങൾ നടത്തും. ഞാൻ എപ്പോഴും അതിനകത്തൊരു മിതത്വം സൂക്ഷിക്കുന്ന ഒരാളാണ്. അപ്പോൾ അവരുടെ ചില കാര്യങ്ങളിനകത്താണെങ്കിൽ അവർ സോഷ്യൽ മീഡിയക്കകത്തൊക്കെ ഒന്ന് കാണിക്കുന്ന കാര്യങ്ങളായതുകൊണ്ട് പ്രതികരിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതർവൈസ് നമ്മൾ ആരുടെയും ശത്രുക്കളല്ല ഇവരാരും. അച്ഛനാണ് ഒരു ഹോൺ അടിക്കും. അച്ഛോ ഭയങ്കര പുസ്തകം അവിടെ നിൽക്കുന്നു, ഉടുപ്പിടുന്നു, വരുന്നു. അച്ഛനോട് എത്ര തന്നെ പറഞ്ഞറിഞ്ഞ ഒരു കാര്യം പറയട്ടെ, അച്ഛനോട് 2 മക്കൾക്കും ഭയങ്കര സ്നേഹവും റെസ്പെക്റ്റുമാണ്. ഓക്കെ, ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് കഴിഞ്ഞു. ഓക്കെ, എൻ്റെ അച്ഛനൊക്കെ എൻ്റെ എത്ര മാത്രം അടിച്ചിട്ടുണ്ട്, അപ്പോഴൊക്കെ തോന്നും എന്ന്. പക്ഷേ എന്ത് ചെയ്യാൻ, അദ്ദേഹം ഇന്ന് സ്വർഗസ്ഥനാണ്. ഓക്കെ, അപ്പോൾ ഓക്കെ എടുത്ത് ഇങ്ങോട്ട് വരുവാ. ഇത് ഫോർച്യൂണർ. അച്ഛൻ്റെ മുഖത്ത് ഒരു പ്രൗഡ് ഫീലിംഗ്. ഇതാണ് $1 മില്യൺ ആ ഒരു മൊമെന്റ്. അത് നിങ്ങൾ കാണിച്ചില്ല, കെട്ടിപ്പിടിക്കുക അച്ഛനെ. ആക്ച്വലി ഒരു കാര്യം പറയട്ടെ, ആസ് എ പാരൻറ്റ്, ആസ് എ ഫാദർ, ഇമോഷണലായി പോകാതിരുന്നാൽ മതി. ഞാൻ ഒരു അച്ഛനായതിനു ശേഷം മാത്രമാണ് എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയൊക്കെ നമ്മളെ എങ്ങനെയായിരിക്കും വളർത്തിയെന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുന്നത്. നിങ്ങളുടെ പാരൻസിനെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ ചില സമയത്ത് സംടൈംസ് നമുക്ക് നമ്മുടെ കയ്യിൽ നിന്ന് പോയ ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. എങ്കിലും പരമാവധി അച്ഛനമ്മമാരെ വേദനിപ്പിക്കരുത്. അതറിയണം എങ്ങനെയെന്നറിയോ? ഇന്ന് ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അച്ഛനാണ്. ഓക്കെ, ഒരാൾ ഇപ്പോൾ 5th പഠിക്കുന്നു, ഒരാൾ pre-KG പഠിക്കുന്നു. 2 കുട്ടികൾ, അനശ്വർ മൂത്ത ആൾ, അവനീശ്വർ ഇളയാൾ. അപ്പം ഈ 2 പേരും, ഒരാൾ 10 വയസ്സ് 11 വയസ്സ്, ഒരാൾ 4.5 ആ പ്രായം. അപ്പം ഈ 2 വ്യക്തിത്വങ്ങളും അവരെ എൻ്റെ കയ്യിൽ കിട്ടുന്ന സമയം മുതൽ ഞാൻ കൊഞ്ചിക്കുന്നതും ലാളിക്കുന്നതും എൻ്റെ സോളെന്ന് പറഞ്ഞാണ്ടല്ലോ, ഇത് എന്താണെന്ന് അറിയത്തില്ല. മേ ബി ഇപ്പോൾ എൻ്റെ അടുത്ത് എന്നോടൊന്ന് മറ്റേ കാലൻ വന്നിട്ടൊക്കെ പറയാണ്,
ചില കാര്യങ്ങൾ എൻ്റെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ഞാൻ പറയും എൻ്റെ ഈ ജീവിതത്തിൻ്റെ പകുതിയായിട്ട് രണ്ടുപേരും കൊടുത്തോ, എനിക്കില്ലെങ്കിലും കുഴപ്പമില്ല, ബിക്കോസ് ഞാൻ ഇത്രയും കാലം ജീവിച്ചു, എൻ്റെ മക്കൾ ജീവിക്കണം. അങ്ങനെയാണ് ഞാൻ ചിന്തിക്കുക. നിങ്ങൾ പാരൻസ് മൊത്തം അങ്ങനെ ചിന്തിക്കുക. ചിലരെങ്കിലും അങ്ങനെ അല്ലാത്തവരുണ്ടാവും. ബട്ട് നമ്മുടെ മക്കളോടുള്ള നമ്മുടെ സ്നേഹമൊന്നും ഇന്നത്തെ പല പാരൻസിൻ്റെ പ്രശ്നം ഇതായിരിക്കും. ഒരുപാട് സ്നേഹിച്ചിട്ട് അവസാനം ഈ മക്കൾ ശരിക്കും അച്ഛനമ്മമാരുടെ ഒരു സ്നേഹത്തിനെ ഒന്നും പരിഗണിക്കാതെ, അവരെ ഒന്ന് കാണാതെ, പല രാജ്യങ്ങളുടെ പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ പല രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറിയ ആൾക്കാർ, പ്രവാസത്തിലേക്ക് കടന്നവർ ഒക്കെ അവർക്കും താല്പര്യം ഉണ്ടാവാം. ചില സ്ഥലങ്ങളിലെങ്കിലും ഈ അച്ഛനമ്മമാർ ഒറ്റയ്ക്കാണ്. അവരെ തിരിഞ്ഞു പോലും നോക്കാനില്ലാത്ത മക്കൾ വേറെ എവിടെയെങ്കിലുമൊക്കെ കാണും. ഒരു കാര്യത്തിനും അച്ഛനമ്മമാരെ തിരിഞ്ഞു പോലും നോക്കാത്ത ആൾക്കാർ ഈ ലോകത്തിലുണ്ട്. ആ അച്ഛനമ്മമാർ ഒറ്റയ്ക്ക് ജീവിച്ച് മരിച്ചാൽ പോലും മക്കളെ കിട്ടാത്ത സാഹചര്യമുണ്ട്. അതിനകത്ത് ഇപ്പം ഈ പറഞ്ഞ ലാസ്റ്റ് കാര്യം, എൻ്റെ അച്ഛൻ മരണപ്പെട്ട് കിടക്കുന്ന സമയത്ത് ഞാൻ നാട്ടിലില്ല മീൻസ് ആ സ്പോട്ടിൽ അത് വിട്ടേരാ. അത് എന്നും അമ്മയെ ഉമ്മ വെച്ച് അമ്മയെ കെട്ടിപ്പിടിച്ച് പണ്ടോട്ടെ പറയാറുന്നല്ലോ വീഡിയോയിലായാലും ഏത് വണ്ടി എടുക്കണമെന്ന് പറയുമ്പോൾ ഫോർച്യൂണർ തന്നെ പറയും. ഫോർച്യൂണർ തന്നെ വേണം. അവരെന്നിട്ട് ഒരു ഡ്രൈവൊക്കെ പോകുന്നു. നമ്മളിനി മൂത്തമ്മയുടെ അങ്ങോട്ട് പോയിട്ട് വരട്ടെ. അനിയും ചേട്ടനും അമ്മയും അനിയും ഓടിക്കുന്നു, അച്ഛൻ ഓടിക്കുന്നു. മോനെ കൊണ്ടുവരാം. എന്താ ഞാൻ ഇങ്ങനെ വെറുതെ വണ്ടിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക, എനിക്കറിയില്ല. കാരണം പുള്ളിക്കാരൻ ലാസ്റ്റ് പറഞ്ഞ പുള്ളിയുടെ ആഗ്രഹം സബലീകരിച്ചൊരു കാര്യം. നമ്മളൊരു ആഗ്രഹത്തിന് വേണ്ടി അത്രയും കഷ്ടപ്പെട്ട ആ ആഗ്രഹം സബലീകരിക്കപ്പെടുന്ന സമയത്തുണ്ടാകുന്നൊരു ചാരിതാർത്ഥ്യമുണ്ട്. നമുക്കൊരു സന്തോഷം. നിങ്ങൾക്ക് എല്ലാവർക്കും, ഇത് കാണുന്ന വീഡിയോ കാണുന്ന എല്ലാവർക്കും നിങ്ങളുടെ ഡിറ്റർമിനേഷനിൽ നിങ്ങളുടെ മൈൻഡ് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുക. സോ ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതിലേക്ക് എത്തും. അത് എന്തിലാണെങ്കിലും എത്തും. തീർച്ചയായിട്ടും ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അതുപോലെ തന്നെ പ്രവീണിൻ്റെയും പ്രണവിൻ്റെയും ജീവിതത്തിൽ ഇനി ഒരുപാട് നേട്ടങ്ങളുണ്ടാവട്ടെ. ഇനി ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ. കുഞ്ഞിനും ആ കുടുംബത്തിനും അച്ഛനമ്മമാർക്കും കൊച്ചുവിനും ഒക്കെ വലിയ ഉയർച്ചകൾ ഉണ്ടാവട്ടെ. ആത്മാർത്ഥമായിട്ടാണ് പറയുന്നത്. അതുപോലെ കാണുന്ന എല്ലാവർക്കും. സോ നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ചെയ്യപ്പെടുത്തുക. അടുത്തൊരു വീഡിയോ കാണുന്ന റേസ് ബൈ. സ്റ്റിൽ ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുന്നു, അച്ഛനമ്മമാരെ വിഷമിപ്പിക്കരുത്. ബൈ.